ഹായ് ഹലോ, നമ്മൾ ഇന്നലെ പുറപ്പെട്ട ലോഡ് ഇന്നിവിടെ ഇറക്കുകയാണ്. പിന്നെ ഡോറൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. സമയം 10 മണി ആയി. 9:56 ലോഡ് ഇറക്കിയും കൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര സിസ്റ്റട്ടോ ഇത് കണ്ടോ. ഓരോ ഐറ്റം നമ്മളെ ബില്ലിൽ 75 ഐറ്റം ഉണ്ട്. ആ 75 ഐറ്റവും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്പർ ഇട്ട് എഴുതിയിട്ട് അത് ക്രേറ്റ് കൊണ്ടുപോകുമ്പോൾ ആ ക്രേറ്റിൽ കറക്റ്റായിട്ട് ഇവർ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വമ്പൻ സെറ്റപ്പ് ഇട്ടോ. അതേതായാലും അടിപൊളി ഐഡിയ ആയി. അങ്ങനെ നമ്മുടെ ലോഡൊക്കെ ഇറക്കി കമ്പനിയിൽ നമ്മളെ ഈ ഗോൾഡ് സ്റ്റോറേജിൽ നിന്ന് ഗോഡൗണിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. സമയം 2:15. ഒരു കൂലിയൊക്കെ പാസ്സാക്കി റിസീവ്ഡ് ബില്ലൊക്കെ മേടിച്ച് പോവുകയാണ്. പോണ വഴിക്ക് എവിടെ നിന്നാണോ ഉറക്കം വരുന്നത് വെച്ചാൽ അവിടെ നിർത്തിയിട്ട് ഉറങ്ങും. അതാണ് ഇപ്പോൾ പ്ലാനിങ്. പിന്നെ നല്ലൊരു മഴയൊക്കെ പെയ്തു. ഇവിടെ കണ്ടോ, വെള്ളം കുത്തിയൊലിച്ച് വന്ന അടയാളം കാണുന്നില്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈദരാബാദിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണമെന്ന്. അതൊക്കെ പറയുന്നതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഹൈവേയിലേക്ക് കയറി, ഹൈദരാബാദ് ബാംഗ്ലൂർ ഹൈവേയിലേക്ക് കയറി. ഇനി നേരെ ഒറ്റ റോഡ് ബാംഗ്ലൂർ വരെ. ഓക്കെ, ബാക്കി രാത്രി ആയതുകൊണ്ട് ഒന്നും കാണിക്കുന്നില്ല. നാളെ നേരം വെളുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിക്കാം. ഹായ്, പിന്നെ നമ്മളിപ്പോൾ സമയം ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. 12 കറക്റ്റ് പറയുകയാണെങ്കിൽ 12:26. നമ്മൾ ഇന്നലെ രാത്രി ലോഡ് ഇറക്കി. രാവിലെ ഒരു 2 മണിക്ക് ശേഷമാണ് അവിടുന്ന് പോരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ വരുന്ന വഴിക്ക് ഒരു ബ്ലോക്ക് കിട്ടി. ഒരു വണ്ടി മറിഞ്ഞിട്ട് കുറച്ച് ബ്ലോക്കായി. ഒരു മണിക്കൂറോളം ബ്ലോക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഉറക്കം വന്നിട്ടൊരു രക്ഷയില്ലാണ്ടായപ്പം ഒരു പമ്പിൻ്റെ ഫ്രണ്ടിൽ ഞാൻ സൈഡാക്കി നിർത്തി കിടന്ന് ഉറങ്ങി. ഒരു മണിക്കൂർ മുന്നേ എണീറ്റതേ ഉള്ളൂ. ഇപ്പോൾ ഒന്ന് ഫ്രഷായി. ഇനി ചായ കുടിക്കണം. നമ്മളിപ്പോൾ കുർണൂർ എത്താറായി. തിരിച്ചു പോവാണ്. കുർണൂരേക്ക് ഇനിയിപ്പോൾ ഒരു 60 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പം ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ബാക്കി തിരിച്ചു പോകുന്ന യാത്രയിൽ കൂടി ഇതിൽ ഉൾപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ വീഡിയോ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പോകുമ്പോഴേ റൂട്ടൊന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. ബാംഗ്ലൂർ ടച്ച് ചെയ്യാതെ ചിക്കബല്ലപ്പൂരിൽ നിന്ന് നേരെ ലെഫ്റ്റ് ഹോസ്കോട്ട് കയറിയിട്ട് ഹോസ്കോട്ടിൽ നിന്ന് നേരെ ഹോസൂരേക്ക് കയറും. ഹോസൂരിൽ നിന്ന് നേരെ നമ്മുടെ പാലക്കോട് ധർമ്മപുരി റൂട്ടുണ്ട്, റായിക്കോട്ട വഴി. അതിലൂടെ പോകാൻ വിചാരിച്ചു. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലോഡുള്ളത് കൊണ്ട് എല്ലാ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. ഇനിയിപ്പോൾ ഈ വഴിക്കൊന്ന് കയറി പോയി നോക്കാം നമുക്ക്. ചിക്കാബല്ലപ്പൂരിന് ഹോസ്കോട്ട എങ്ങനെയുണ്ട് റൂട്ടൊക്കെ നോക്കാലോ. ഈ വണ്ടിയായിട്ട് പോകാൻ പറ്റുമെന്ന് കാര്യമാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്താമല്ലോ. അതാവുന്നത്. പിന്നെ ഏതെങ്കിലും ധാബയെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കണം. ഓക്കെ, മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണം. കുർണൂലേക്ക് ഇനി 58 കിലോമീറ്റർ ഉണ്ടെന്ന് കാണിക്കും. നമ്മള് കുർണൂല് കഴിഞ്ഞ് ദോണ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ റൈറ്റ് സൈഡിലേക്ക് കുന്നിൽ ഏറ്റവും ഫ്രണ്ടിൽ റൈറ്റിലായിട്ട് ചെറിയൊരു കുന്ന് കാണാം. ആ കുന്നിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ചെറിയ ചെറിയ വീടുകൾ, നമ്മളെ കോളനി പോലെ. എവിടുന്നോ എനിക്ക് തോന്നണത് അങ്ങനെയാണ്. എന്തോ ഒരു കോളനി വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. മൊത്തം
മൊത്തം ഈ കുന്നിൻ്റെ മുകളിൽ എല്ലാം നമ്മളെ കേരള സർക്കാർ ലക്ഷം വീട് പദ്ധതി ഉണ്ടാക്കിയ മാതിരി ഇവിടെ എന്തോ ഒരു പദ്ധതി ആന്ധ്രയിൽ എന്തോ ഒരു പദ്ധതി ഉണ്ട് തോന്നുന്നുണ്ട്. ആ റൈറ്റ് സൈഡിലുള്ള കുന്നിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഒരു എന്താ പറയുക ഒരു 100-500 വീടുകളെങ്കിലും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരേ സമയത്ത് ഒരുപോലെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം എന്താണെന്നുള്ളത് നമുക്ക് ഇറങ്ങി അന്വേഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ആരോട് അന്വേഷിക്കാൻ? അതാണ്. എന്തായാലും സംഭവം കൊള്ളാം. ആ ഒരു കുന്നിൻ്റെ മുകളിൽ മൊത്തം ഒരു കോളനി, അടിപൊളി. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കിയൻ്റെ വലിയൊരു ഫാക്ടറി ഉണ്ടെന്ന്. അത് ഒന്ന് നിങ്ങളെ ഇറങ്ങി കാണിക്കാമെന്ന് ഉദ്ദേശിച്ചു. കാരണം ഇവിടെ വണ്ടി നിർത്താനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഒരുപാട് കാറുകളൊക്കെ ഇറങ്ങിയിട്ട് ഇതേപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. യാത്രക്കാരൊക്കെ ഇറങ്ങി കാണുന്നുണ്ട്. കണ്ടോ, ഒരു തല, ആ തലയ്ക്ക് മുതൽ അങ്ങനെ ഒരുപാട് ദൂരം നീളത്തിൽ കിടക്കുകയാണ് കമ്പനി. കണ്ടോ, ഒമ്പൻ കമ്പനി, സൂപ്പർ. അതെല്ലാം കാറിൽ വന്ന് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ ആണ്. ആ കുന്നിൻ്റെ മുകളിലൊക്കെ നമ്മളെ വിൻവീലിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും സംയുക്ത തലസ്ഥാന നഗരമാണ് ഹൈദരാബാദ്. തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈദരാബാദ് 61 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയോട് കൂടെ 6ാമത് വലിയ മെട്രോ നഗരമാണ് ഇന്ത്യയിലെ. ചരിത്രപരവും സാംസ്കാരികപരവും കലാപരവുമായ പാരമ്പര്യത്താൽ വളരെ ശ്രദ്ധേയമായ ഈ നഗരം ദക്ഷിണേന്ത്യയുടെയും ഉത്തരേന്ത്യയുടെയും ഭൂമിശാസ്ത്രപരവും നാനാവിധ ഭാഷാ സംസ്കാരങ്ങളുടെയും സമാഗമ ബിന്ദുവായും കണക്കാക്കപ്പെടുന്നു. നൈസാമുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഹൈദരാബാദ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസിതമായ നഗരങ്ങളിലൊന്നാണ്. ഈ നഗരം ഇന്ന് വിവരസാങ്കേതിക വ്യവസായത്തിൻ്റെയും അനുബന്ധിത തൊഴിലുകളുടെയും ഇന്ത്യയിലെ പ്രധാന താൽപര്യ കേന്ദ്രവുമായി അറിയപ്പെടുന്നു. നഗരം സ്ഥാപിച്ച ശേഷം മുഹമ്മദ് ഗിലി കുത്തബ് ഷാ ഭാഗ്യമതി എന്ന പേരുള്ള ബഞ്ചാര സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയുമായി പ്രേമിച്ച് വിവാഹിതനായി. എന്നിട്ട് നഗരത്തിനെ ഭാഗ്യനഗരം എന്ന് വിളിച്ചു തുടങ്ങി. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച ഭാഗ്യമതി സ്വന്തം പേര് ഹൈദർ മഹൽ എന്ന് മാറ്റുകയും അതിന് അനുയോജ്യമായി നഗരത്തിന് ഹൈദരാബാദ് അല്ലെങ്കിൽ ഹൈദറിൻ്റെ നഗരം എന്നാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഹൈദരാബാദിൽ പോയാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിലും പ്രധാനമായിട്ടും ചാർമിനാർ, ഹുസൈൻ സാഗർ തടാകം, മക്ക മസ്ജിദ്, ലുംബിനി പാർക്ക്, കുത്തബ് ഷാഹി ശവകുടീരം, പൈക്ക ശവകുടീരം, ബിർള മന്ദിർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഗോൾക്കൊണ്ട ഭരിച്ചിരുന്നത് സുൽത്താൻ ഗിലി കുത്തബ് മുൽക്ക് സ്ഥാപിച്ച കുത്തബ് ഷാഹി രാജവംശമായിരുന്നു. മുമ്പ് ബഹ്മാനി സുൽത്താനേറ്റിൻ്റെ ആശ്രിതാവസ്ഥയിൽ ആയിരുന്നു ഇവരെ ഈ രാജവംശം നിലകൊണ്ടത്. അതായത് അവരുടെ ആശ്രയത്തിലായിരുന്നു ഇവർ ജീവിച്ചു വന്നത്. 1512 ഇവർക്ക് എന്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും 1591 കുത്തബ് ഷാഹി രാജവംശത്തിലെ ഭരണകർത്താവായിരുന്ന മുഹമ്മദ് ഗിലി കുത്തബ് ഷാ മൂസി നദീതടത്തിൽ, അതായത് മൂസി നദിയുടെ തീരത്ത് ഹൈദരാബാദ് നഗരം സ്ഥാപിക്കുന്നത്. 1591 തന്നെ അദ്ദേഹം നഗരത്തിൻ്റെ പ്രതീകമായിട്ട് ചാർമിനാർ എന്ന സ്മാരകത്തിൻ്റെ നിർമ്മാണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയൊക്കെയാണ് ഏകദേശം നമ്മുടെ ഈ ഹൈദരാബാദിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം പറയുകയാണെങ്കിൽ. ഓക്കെ.
പിന്നെ കമ്പനിയിൽ എത്തിയിട്ടില്ല. കമ്പനീൻ്റെ തൊട്ടടുത്ത് വണ്ടി സർവീസ് സെൻ്ററിലുള്ളത്. ഒരു ജനറൽ ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വൈൻഡപ്പ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, രാത്രിയായി. പിന്നെ ഞാൻ പറഞ്ഞ റൂട്ടിലല്ല, ബാംഗ്ലൂർ റൂട്ടിൽ തന്നെ പോന്നു. കാരണം രാത്രി ആയതുകൊണ്ട് പിന്നെ അവിടെ നോ എൻട്രി കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സുഖമുള്ള റൂട്ട് അതായതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ വഴിക്ക് തന്നെ പോന്നു. അതുകൊണ്ടാണ് പിന്നെ വേറെ കാര്യങ്ങളൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ ആയിട്ട് കാണിക്കാം. നമുക്ക് യാത്രാ വീഡിയോ ഇല്ല, യാത്രാ മധ്യേ ഓരോ മുന്തിരി തോട്ടങ്ങളും മറ്റും മറിച്ചതൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. ഏതായാലും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും വിട വാങ്ങുന്നതിന് മുന്നായിട്ട് മറക്കാതെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് തീർച്ചയായിട്ടും ചെയ്യുക. അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരോടും ബൈ.